എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മുടെ CBSE 12ാം ക്ലാസ്സിൻ്റെ ടേം 1 എക്സാം നവംബറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ട്രിക്കാണ്. അപ്പം അതിനു വേണ്ടി ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ടെന്നറിയാം. പക്ഷേ ഈ MCQ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ MCQ ക്വസ്റ്റ്യൻസ് തന്നെ സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഞാൻ ചാനലിൽ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ എക്സാം വരെ വീക്ക്ലി ക്ലാസ്സസ് ഇടാൻ പോവാണ്, MCQ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പറ്റാവുന്ന അത്രയും നമ്മുടെ എക്സാം ഡേറ്റ് ആകുമ്പോഴേക്ക് കഴിയുന്ന അത്രയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സൊന്നും വരാൻ പോകുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഏതൊരു എക്സാമും ചെയ്യുന്നത് പോലെ നമ്മുടെ ബോർഡ് തരുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ ബോർഡ് CBSE ബോർഡ് റിലീസ് ചെയ്തിട്ടുള്ള സെപ്റ്റംബറിൽ റിലീസ് ചെയ്ത സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, 3 സെക്ഷൻസ് ആണ് നമ്മുടെ CBSE 12th ബോർഡ് എക്സാമിൻ്റെ പാറ്റേണിൽ തന്നിരിക്കുന്നത് ഇപ്രാവശ്യം, ടേം 1നും ടേം 2 ആയിട്ടും. അപ്പം 3 സെക്ഷനാണ്. ദ പേപ്പർ കണ്ടെയ്ൻസ് 3 sections. സെക്ഷൻ A ഹാസ് 25 questions. അറ്റംപ്റ്റ് എനി 20 questions. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഈ 25 ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യും. സെക്ഷൻ C വേറൊരു ക്ലാസ്സിൽ ചെയ്യും. ഈ ആഴ്ച തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരും ക്ലാസ്സുകൾ. സെക്ഷൻ C അടുത്ത 6 ക്വസ്റ്റ്യൻസ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത്, സെക്ഷൻ A ഹാസ് 25 questions. അറ്റംപ്റ്റ് എനി 20 questions. സെക്ഷൻ B ഹാസ് 24 questions. അറ്റംപ്റ്റ് എനി 20 questions. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എത്ര 40 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തു. സെക്ഷൻ C ഹാസ് 6 questions. അറ്റംപ്റ്റ് എനി 5 questions. അപ്പോൾ 20, 20, 40, 45, 45 ആൻസേഴ്സ് എഴുതിയിട്ടാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. 35 മാർക്കാണ്. അതായത് നമുക്ക് 1 മാർക്ക് കംപ്ലീറ്റ് വരുന്നില്ല ഒരു ആൻസറിന്. പിന്നെ എന്തുകൊണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതവിടെ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. ഓക്കെ, നെഗറ്റീവ് മാർക്ക് ഇല്ല. നമ്മൾ എഴുതുക, എല്ലാം അറ്റംപ്റ്റ് ചെയ്യുക. അതിന് ചില ക്വസ്റ്റ്യൻസിൽ അറിയില്ല ഉണ്ടെങ്കിലും നമ്മൾ ആൻസർ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, എൻട്രൻസ് പോലെ ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. പിന്നെയുള്ള നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫെമിലിയറൈസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അറ്റംപ്റ്റ് എനി 20 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ ഇൻ കേസ് മോർ ദാൻ ഡിസൈറബിൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആർ അറ്റംപ്റ്റഡ്, ഓൺലി ഫസ്റ്റ് 20 വിൽ ബി കൺസിഡേർഡ് ഫോർ ഇവാലുവേഷൻ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ അറിയണം. ഓൺലി ഫസ്റ്റ് 20 വിൽ ബി കൺസിഡേർഡ് ഫോർ ഇവാലുവേഷൻ. അപ്പോൾ എനിക്ക് ഇത് ആൻസർ അറിയില്ല, മറ്റേത് ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എല്ലാം കൂടി അങ്ങോട്ട് ആൻസർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആദ്യത്തെ 20 എണ്ണേ നോക്കുള്ളൂ. അതിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ പോയി. പിന്നെ ബാക്കിയുള്ള 5 എണ്ണം കറക്റ്റ് ആണെങ്കിലും കൂടി കാര്യമില്ല. അത് എപ്പോഴും ഓർമ്മിക്കണം. അപ്പോൾ ഡിസൈഡ് ചെയ്യണം, ആദ്യത്തെ 20 നമ്മൾ കറക്റ്റ് ആൻസറാണ് എഴുതാൻ പോകുന്നതെന്ന് ഉറപ്പിച്ചിട്ട് വേണം ആ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ പറയാം, MCQs ആൻസർ ചെയ്യുമ്പം ആദ്യം എല്ലാ ഓപ്ഷൻസും വായിക്കാനുള്ള ഒരു ക്ഷമ കാണിക്കണം. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആദ്യത്തെ 2ാമത്തെ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അത് ശരിയാണെന്നൊക്കെ തോന്നും, എന്നിട്ട് അതങ്ങോട്ട് എഴുതി വെച്ചിട്ട് പോകും. പക്ഷേ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ വേറെ ആയിരിക്കാം. അപ്പം നമ്മൾ കൃത്യമായിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 4ഉം വായിച്ച് നോക്കാം. ന്യൂമറിക്കലൊക്കെ ആണെങ്കിൽ ശരി, നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പക്ഷേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിന് വായിച്ചേ പറ്റൂ. ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? ദേ ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ. നമുക്കറിയാലോ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടിയാണെന്ത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഡു നോട്ട് ഇൻ്റർസെക്ട് ഈച്ച് അതർ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ് ഓൺ ദം ഈസ് 0. അവിടെ നമ്മൾക്കറിയാം എന്താണ്, dV is equal to 0 നമ്മൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ. For a uniform electric field, they are concentric spheres
ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ദേ ക്യാൻ ബി ഇമാജിനറി സ്ഫിയേഴ്സ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അറിയാം 3-4 ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനാണ്, രണ്ടാമത് പോയിന്റ് ചാർജസിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ചിത്രം ഇത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ഡയഗ്രമായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് അല്ല. അപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി, ഇവിടെയും ശ്രദ്ധിക്കണം, നോട്ട് എ പ്രോപ്പർട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതാണ് കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പർട്ടി കണ്ടിട്ട് അതങ്ങോട്ട് ചാടി എഴുതരുത്. ഇത് നോട്ട് ദ പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതുക. ഏതാണ് നോട്ട് ദ പ്രോപ്പർട്ടി? ഇത് മൂന്നാമത്തെ ഓപ്ഷനാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ദേ ആർ കോൺസെൻട്രിക് സ്ഫിയേഴ്സ്. കോൺസെൻട്രിക് സ്ഫിയേഴ്സ് അല്ല. ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആർ നെവർ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ബട്ട് ആർ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ആ ഡയഗ്രാം ഇതേ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ആ ഡയഗ്രാം കൂടി ഒന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ ആണ്. ന്യൂമറിക്കലിൽ എന്താ തന്നിരിക്കുന്നത് നോക്കാം. 2 point charges plus 8q and minus 2q are located at x is equal to 0 and x is equal to L respectively. The point on x-axis at which net electric field is 0 due to these charges is. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 ചാർജസ് പ്ലസ് 8ഉം മൈനസ് 2q പ്ലസ് 8q മൈനസ് 2q എക്സ് ഇസ് ഈക്വൽ ടു 0 എക്സ് ഇസ് ഈക്വൽ ടു എൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഡയഗ്രാം വരക്കാം നമുക്ക്. ഇത് എക്സ് ആക്സിസിലാണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് ആക്സിലുള്ള ഒരു പോയിന്റ് പിയിൽ ഈ 2 ചാർജസിനെയും കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആവുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു പോയിന്റ് നമ്മൾ ഒരു ആർ എന്നുള്ളൊരു ഡിസ്റ്റൻസിൽ നമ്മൾ ഈ എൽ എന്നുള്ള, അതായത് ഈ മൈനസ് 2q ചാർജിൻ്റെ അവിടുന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പിയിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതാണ് ഇവിടെ, ഇത് നമ്മുടെ ബോർഡ് തന്ന ആൻസർ കീ ആണ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് പി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് E1 എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു പ്ലസ് 8q, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു മൈനസ് 2q, E2 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകുമ്പോഴാണ് ആൻഡ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുമ്പോഴാണ് എന്ത് പറ്റുന്നത്, ആ ഫീൽഡ് ക്യാൻസൽ ആകുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ, 1/4πε0 q/r². അല്ലെ, ആർ എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ കെ എന്ന് നമ്മൾ എന്തായാലും ഇത് റേഷ്യോ എടുക്കാൻ പോവാണ്, കമ്പാരിസൺ ചെയ്യാൻ പോവാണ്. അപ്പം കെ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ കെ ഇൻറ്റു 8q ഡിവൈഡഡ് ബൈ 8q എന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ, എല്ലും ഉണ്ട് ഈ ആറും ഉണ്ട് അല്ലേ. അപ്പോൾ എൽ പ്ലസ് ആർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 2q എന്ന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് കാരണമാണ് ആ മൈനസ് ഇടാത്തത്, ഓർമ്മിച്ചോളൂ. 2q ഇൻറ്റു അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ, ആറാണ്, ഡിവൈഡഡ് ബൈ r². അപ്പോൾ കെ ക്യാൻസൽ ആവും. അപ്പോൾ 4/L പ്ലസ് ആർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/r² കിട്ടും. അങ്ങനെ നിങ്ങൾ അതിനെ സോൾവ് ചെയ്യുമ്പോഴേക്ക് എന്ത് പറ്റും, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 4r² ഇസ് ഈക്വൽ ടു L പ്ലസ് ആർ ദ ഹോൾ സ്ക്വയർ കിട്ടി. അങ്ങനെ സോൾവ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ആ ഡിസ്റ്റൻസ്, ഈ ആർ എന്നുള്ള ഡിസ്റ്റൻസ്, എക്സ് ആക്സിസിലുള്ള ഡിസ്റ്റൻസ് എത്ര വരും, 2L. അപ്പോൾ എന്താ ചോദിക്കുന്നത്, പോയിന്റ് ഓൺ എക്സ് ആക്സിസ് അറ്റ് വിച്ച് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 ഡ്യൂ ടു ദീസ് ചാർജസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആർ എന്നുള്ള ഡിസ്റ്റൻസ് L എന്ന് കിട്ടി. അപ്പം ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് പിയിലേക്കുള്ള എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എക്സ് ഇസ് ഈക്വൽ ടു എത്ര എല്ലാണ് പി ഉള്ളത്, അപ്പോൾ ഇവിടെ എൽ ഇവിടെ എൽ കിട്ടും. അപ്പോൾ എൽ പ്ലസ് എൽ 2L എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ 2L ആണ്. അപ്പോൾ ഓർമ്മിച്ച് നോക്കിക്കോളൂ, ഇവിടെ എൽ കൂടി കാണാനുണ്ട്. ഇവിടെ പറ്റാവുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർ ഇസ് ഈക്വൽ ടു എൽ എന്ന് കിട്ടി ചാടി പിടിച്ച് എൽ അങ്ങോട്ട് എഴുതും. പക്ഷെ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എടുക്കുമ്പം ഒറിജിൻ ആണല്ലോ, നമ്മൾ 0 എന്നാണല്ലോ നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏത് പോയിന്റിലേക്കായാലും നമ്മളതിൻ്റെ കോർഡിനേറ്റ്സ് പറയുമ്പം 0 എന്നല്ലേ എടുക്കുക. അപ്പം 0 ടു 2L ആണ്. അപ്പോൾ ഈ 2L ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, an electric dipole of moment P is placed parallel to the uniform electric field. The amount of work done in rotating the dipole by 90 degree is. അത് ഡയറക്റ്റ്, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ബോർഡ് എക്സാംസിൻ്റെ. അപ്പം എന്താ ചോദിച്ചിരിക്കുന്നത്, ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, വർക്കിൻ്റെ ഇക്വേഷൻ എന്താ, P ഇൻറ്റു cos θ1 മൈനസ് cos θ2 ആണ്. അപ്പോൾ ഇത് 0 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക്
റൊട്ടേറ്റ് ചെയ്തു. അപ്പം കോസ് 0 പറഞ്ഞാൽ 1, കോസ് 90 പറഞ്ഞാൽ 0. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? പി എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ 2. നാലാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. 3 capacitors 2 microfarad, 3 microfarad and 6 microfarad are joined in series with each other. Equivalent capacitances. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ചില ക്വസ്റ്റ്യൻസ് ടഫ് ഉണ്ടാവും. അതിപ്പോൾ ഏത് എക്സാമിനായാലും ചില ക്വസ്റ്റ്യൻസ് ടഫ് ഉണ്ടാവും. പക്ഷെ നമുക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സ്കോപ്പൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സീരീസ് പാരലലൊക്കെ നമ്മൾ ഇതിവിടെ ഓർമ്മിക്കേണ്ടത് റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും മാറിപ്പോരുത്. കപ്പാസിറ്ററിൻ്റെ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമുല എന്താണ്? 1/c is equal to 1/c1 plus 1/c2 plus 1/c3. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 microfarad കിട്ടും. ഓക്കെ, അപ്പം 1 microfarad ഇവിടെ നോക്കൂ, 11 microfarad ഉണ്ട്. അത് മാറിയിട്ട് എഴുതരുത്. അപ്പം ചോയ്സ് 2 ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 2 point charges placed in a medium of dielectric constant 5 are at a distance r between them. Experience an electrostatic force F. The electrostatic force between them in vacuum at the same distance r will be. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഡയലക്ട്രിക് ഉണ്ടെങ്കിൽ എന്താണ്? 1/4πε0k Q1 Q2/r² ആണ് എന്ത് ഫോമുല വരുന്നത്. അപ്പോൾ ഡയലക്ട്രിക് ഇല്ലെങ്കിൽ എങ്ങനെയാണ് വരിക? ഇതേ ഫോമുലേനെ F is equal to k times 1/4πε0k Q1 Q2 divided by r² എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് k ടൈംസ് ആ ഫോഴ്സിന് വരില്ല. അല്ലെങ്കിൽ നമുക്ക് F ഡാഷ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ k ടൈംസ് ഈ F ആണ്. അപ്പം k ടൈംസ് F എന്ന് കിട്ടും. കെൻ്റെ വാല്യൂ എന്താണ്? 5 ആണ്. അപ്പം 5F ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം ഡയലക്ട്രിക് ഉണ്ടെങ്കിൽ അതിൽ k താഴെ വരും. 1/4πε0ൻ്റെ കൂടെ ഒരു k കൂടി വരും. ഡയലക്ട്രിക് ഇല്ലെങ്കിൽ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ 6. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഫോർ ഗോസസ് ലോ? ഗോസസ് ലോ ഒക്കെ എന്തായാലും 100% ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഗോസസ് ലോ ഒരു ട്രൂ ആയിട്ടുള്ള എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നാലും വായിച്ച് നോക്കാം കൃത്യമായിട്ട്. ഓൾ ദ ചാർജസ് വെദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ഗോഷ്യൻ സർഫസ് കോൺട്രിബ്യൂട്ട് ടു ദ ഇലക്ട്രിക് ഫ്ലക്സ്. ഇത് ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ അതിന് റോങ് ആയിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് കറക്റ്റാണോ? ഓൾ ചാർജസ് വെദർ സർഫസ് ചാർജ് അല്ലേ പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പം ഇത് റോങ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോമെട്രി ഓഫ് ദ ഗോഷ്യൻ സർഫസ്. അതൊരിക്കലും ഇല്ല. നമ്മൾ എപ്പോഴും എന്താ പറയണത്? Q/ε0 ആണ് എന്ത് ഫ്ലക്സ്. അപ്പോൾ അവിടെ എവിടെയാണ് ഷേപ്പ് വരുന്നത്? അപ്പോൾ ഇതും തെറ്റാണ്. ഗോസസ് തിയറം ക്യാൻ ബി അപ്ലൈഡ് ടു എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതും തെറ്റാണ്. അപ്പം ഫോർത്ത് ഓപ്ഷൻ എന്താ പറയുന്നത്? ദ ഇലക്ട്രിക് ഫീൽഡ് ഓവർ ദ ഗോഷ്യൻ സർഫസ് റിമെയിൻസ് കണ്ടിന്യൂസ് ആൻഡ് യൂണിഫോം അറ്റ് എവറി പോയിന്റ്. അപ്പോൾ ട്രൂ ഏതാണ്? നാലാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആർ ചാർജ്ഡ് ബൈ എ ബാറ്ററി വിത്ത് V വോൾട്ട്. ആഫ്റ്റർ ചാർജിങ് ബാറ്ററി ഈസ് ഡിസ്കണക്റ്റഡ് ആൻഡ് എ ഡയലക്ട്രിക് സ്ലാബ് വിത്ത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K is inserted between the plates. The potential across the plates of a capacitor will become. അതായത് ഒരു ബാറ്ററി ഉണ്ട്. ആഫ്റ്റർ ചാർജിങ് ബാറ്ററി ഈസ് ഡിസ്കണക്റ്റഡ് ആൻഡ് ഡയലക്ട്രിക് സ്ലാബ് വിത്ത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K is inserted between the plates. അപ്പം ഡയലക്ട്രിക് സ്ലാബ് അവിടെ ഇടുമ്പോഴേക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ വിൽ ബിക്കം. എന്തായി മാറും ഡയലക്ട്രിക് സ്ലാബ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും എന്നുള്ളത്. അപ്പോൾ ചാർജ് എന്നുള്ളത് ഒരു പർട്ടിക്കുലർ ചാർജ് ചെയ്തതിന് ശേഷം അത് ഡിസ്കണക്ട് ആക്കി എന്ന് പറയുന്നത്. അപ്പോൾ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ് നമുക്ക് മനസ്സിലാക്കാം. അപ്പം C ഡാഷ് ആ പുതിയ കപ്പാസിറ്റൻസ് എന്ത് വരും? K ടൈംസ് ദ ആക്ച്വൽ കപ്പാസിറ്റൻസ് അല്ലേ? നമുക്കറിയില്ലേ C is equal to ε0A/d. K എന്നുള്ള ഒരു ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന K ε0A/d എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ. അപ്പം K ടൈംസ് ആണ് എന്ത് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ക്യൂവും Q ഡാഷും പുതിയ ചാർജും സെയിം ആണ്. അപ്പം Q എന്ത് കിട്ടും? K ടൈംസ് C ഇൻറ്റു V ഡാഷ്. ഓക്കെ, KC എന്ന് പറഞ്ഞാൽ എന്താണ്? C ഡാഷ് എന്ന് വെച്ചാൽ ന്യൂ കപ്പാസിറ്റൻസ്. ഓക്കെ, സോ K ടൈംസ് C ഇൻറ്റു V ഡാഷ് എന്ന് വരും. അപ്പോൾ ഇതിന് V ഡാഷ് വെച്ചാൽ ന്യൂ പൊട്ടൻഷ്യലാണ് ചോദിച്ചിരിക്കുന്നത്. V ഡാഷ് ഇസ് ഈക്വൾ ടു Q/KC കിട്ടും. അപ്പോൾ V ഡാഷ് ഇസ് ഈക്വൾ ടു Q/K ഇൻറ്റു C. C എന്താണ്? Q/V അല്ലേ? അപ്പോൾ Q ഡിവൈഡഡ് ബൈ K ഇൻറ്റു Q/V കിട്ടും. അപ്പോൾ Q ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് കിട്ടും? V ഡാഷ് ഇസ് ഈക്വൽ ടു V/K എന്ന് കിട്ടും.
വി ബൈ കെ നമ്മുടെ ഇവിടെ ഓപ്ഷനിലുണ്ട്. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആൻസറാണ്. അടുത്തത് ഈസി ക്വസ്റ്റ്യൻ. ദ ബെസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ അക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് EMF ഓഫ് എ സെൽ. ഒന്നും നോക്കാനില്ല, പൊട്ടൻഷ്യോമീറ്റർ ആണത്. An electric current is passed through a circuit containing two wires of same material connected in parallel. If the lengths and radii of the wires are in the ratio of 3:2 and 2:3, then the ratio of the current passing through the wire will be, അതായത് L1:L2 ആണ് എന്ത് തന്നിരിക്കുന്നത്, 3:2. റേഡിയസിൻ്റെ റേഷ്യോ 2:3 തന്നിട്ടുണ്ട്. കറണ്ടിൻ്റെ റേഷ്യോ ആണ് കണ്ടത്. നമുക്കറിയാം R is equal to റോയൽ ബൈ എ ആണ്. റോയൽ ബൈ എ എന്നുള്ളതിന് റോയൽ ബൈ പൈ ആർ സ്ക്വയർ എടുക്കുക. അപ്പോൾ R1 ഫസ്റ്റ് റെസിസ്റ്റൻസ് എത്രയാണ്, റോ ഇൻറ്റു L1 ബൈ പൈ R1 സ്ക്വയർ. R2 എന്നുള്ളത് റോ ഇൻറ്റു L2 ബൈ പൈ R2 സ്ക്വയർ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, കറണ്ടിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ടിൻ്റെ അറിയണമെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ അറിയണം അല്ലേ. അപ്പോൾ R1 ബൈ R2 ചെയ്യുമ്പം നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടുന്നത് L1 ബൈ L2 ഇൻറ്റു പൈ ക്യാൻസൽ ആവും, അവിടെ R2 സ്ക്വയർ ബൈ R1 സ്ക്വയർ എന്ന് കിട്ടും. അതിൽ നമ്മുടെ L1 ബൈ L2 എന്താണ്, L1 ബൈ L2 3/2, പിന്നെ R1 ബൈ R2 ആ റേഷ്യോ R1:R2 എന്ന് പറഞ്ഞാൽ R1 ബൈ R2 ആണല്ലോ, അത് 2/3 ആണ്. അപ്പം R2 ബൈ R1 എത്രയാണ്, 3/2 വരും. അങ്ങനെയാണ് നമുക്ക് 27/8 എന്ന് കിട്ടും. ഇനി വേണ്ടത് കറണ്ടിൻ്റെ റേഷ്യോ I1 ബൈ I2. I1 ബൈ I എന്ന് പറഞ്ഞാൽ എന്താ, ഓംസ് ലോ പ്രകാരം I is equal to V divided by R ആണ്. അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ V ബൈ R1, I2 എന്ന് പറഞ്ഞാൽ V ബൈ R2. അപ്പം V കോൺസ്റ്റൻ്റ് ആയത് കാരണം എന്താണ്, ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് R2 ബൈ R1 കിട്ടും. അപ്പം R1 ബൈ R2 27/8 ആണ്. R2 ബൈ R1, അപ്പോൾ I1 ബൈ I2 എന്ത് കിട്ടും, 8/27 കിട്ടും. അപ്പോൾ ഓപ്ഷൻ 3. ഇവിടെ പ്രശ്നം വരുന്നത് 27/8 ഉണ്ട്. അപ്പം കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി എഴുതരുത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ 10. ബൈ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ആൻഡ് എ സെമി കണ്ടക്ടർ. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിന് കണ്ടക്ടേഴ്സിനും സെമി കണ്ടക്ടേഴ്സും ആയിട്ടുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ, രണ്ടിനും സെയിം ആണോ, അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്രീസസ് ഫോർ ബോത്ത് അല്ല, ഡിക്രീസസ് ഫോർ ബോത്ത് അല്ല. പിന്നെ രണ്ട് ഓപ്ഷൻ വരുന്നത് ഈ 3ഉം 4ഉം ആണ്. ഇവിടെയാണ് കൺഫ്യൂഷൻ വരിക. അപ്പം എപ്പോഴും ഓർമ്മിക്കുക, കണ്ടക്ടേഴ്സിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ. സെമി കണ്ടക്ടറിനാണെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ, അല്ലെങ്കിൽ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇൻക്രീസസ് ഫോർ എ കണ്ടക്ടർ ആൻഡ് ഡിക്രീസസ് ഫോർ എ സെമി കണ്ടക്ടർ. എന്ത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം സ്പെസിഫിക് റെസിസ്റ്റൻസിന് വരുന്ന ചേഞ്ച്. ക്വസ്റ്റ്യൻ 11. വി യൂസ് അലോയ്സ് ഫോർ മേക്കിംഗ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ബിക്കോസ് ദേ ഹാവ്. അലോയ്സിന് എന്തുകൊണ്ട് യൂസ് ചെയ്യണം, നമ്മൾ എന്തുകൊണ്ട് കണ്ടക്ടറോ സെമി കണ്ടക്ടറോ യൂസ് ചെയ്യുന്നില്ല? അപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെയൊക്കെ നമ്മൾ ഒന്നും നോക്കാനില്ല, ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ലോ റെസിസ്റ്റൻസ്, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൻഡ് ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ലോ കോഎഫിഷ്യൻ്റ് ഓഫ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പം ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അവിടെ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചൂടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ മാറിയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണമാണ് എന്ത്, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ 12. എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഇസ് applied between the two ends of a uniform metallic wire. Heat H is developed in it. If another wire of the same material, double the radius and twice the length as compared to original wire is used, then the heat developed in it will be. ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, 10ാം ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. CBSEൻ്റെ 10th ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് is applied between two ends of a uniform metallic wire. Heat H is developed in it. Another wire of same material, double the radius. അപ്പോൾ ന്യൂ റേഡിയസ് എത്രയാണ്?
ഡബിൾ ദ റേഡിയസ്. അപ്പം ആദ്യത്തെ റെസിസ്റ്റൻസ് പറഞ്ഞാൽ റോ ഇൻറ്റു എൽ ബൈ പൈ ആർ സ്ക്വയർ. അതായത് നമ്മുടെ ഫോർമുല എന്താണ്? ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ R1 അല്ലെങ്കിൽ ആറിന് കൊടുത്താൽ റോ എൽ ബൈ പൈ ആർ സ്ക്വയർ. രണ്ടാമത്തേൽ സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി സെയിം ആണ്. ഡബിൾ ദ റേഡിയസ് ആൻഡ് ട്വൈസ് ദ ലെങ്ത്. അപ്പം ലെങ്ത്തിന് പകരം 2L കൊടുക്കും. ഡബിൾ ദ റേഡിയസ്, അപ്പോൾ ആർ എന്നുള്ളിടത്ത് നമ്മൾ 2R എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പം എന്ത് കിട്ടും? റോ ഇൻറ്റു 2L ബൈ പൈ ഇൻറ്റു 4R സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മളിതിൻ്റെ റേഷ്യോ ഓഫ് ഹീറ്റ് ഡെവലപ്ഡ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എച്ച് ഡാഷ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അതേപോലെ എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഡാഷ് ഇൻറ്റു ടി ആണ്. ഇവിടെ വി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് പറ്റും? ഈ ടിയും ടിയും ക്യാൻസൽ ആവും, വി ക്യാൻസൽ ആവും. അപ്പം ആർ ബൈ ആർ ഡാഷ് കിട്ടും അവിടെ. അപ്പം ആർ എന്താണ്? റോ എൽ ബൈ പൈ ആർ സ്ക്വയർ ബൈ ആർ ഡാഷ് എന്താണ്? റോ എൽ ബൈ ഈ 2. ഇവിടെ 2ഉം ക്യാൻസൽ ആവില്ലേ? അപ്പോൾ ഇവിടെ 2 വരും. ഓക്കെ, അപ്പോൾ 2 പൈ ആർ സ്ക്വയർ ഇൻറ്റു, അപ്പോൾ ഇങ്ങനെ എന്ത് വരും? ഇവിടെ ആർ ബൈ ആർ ഡാഷ് കൊടുക്കുമ്പം ആർ ഇവിടെ റോ എൽ ബൈ പൈ ആർ സ്ക്വയർ, റോ എൽ ബൈ പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ റോ എൽ ബൈ 2 പൈ ആർ സ്ക്വയർ എന്ന് വരും. അപ്പം പൈ ആർ സ്ക്വയർ ക്യാൻസൽ ആവും, അതേപോലെ റോയൽ ക്യാൻസൽ ആവും. എല്ലാം കൂടി ആകുമ്പോഴേക്കും നമ്മൾ എച്ച് ഡാഷ് ബൈ എച്ച്, ഈ 1/2 എന്നുള്ളത് മേലേക്ക് പോകുമ്പം എച്ച് ഡാഷ് ബൈ എച്ച് എന്നുള്ളത് 2/1 ആവും, അല്ലെങ്കിൽ എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു 2H. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2H. എഴുതി ചെയ്ത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ 13. If the potential difference V applied across a conductor is increased to 2 volt with its temperature kept constant, the drift velocity of the free electrons in a conductor will be. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും പൊട്ടൻഷ്യലും ഇവിടെ ഒന്നും നോക്കാനില്ല. ഇതാണ് നമ്മുടെ ഫോർമുല. ഇ ബൈ എം എൽ ഇൻറ്റു ടോ, അല്ലെങ്കിൽ ഇ ഇൻറ്റു വി ബൈ എം എൽ ഇൻറ്റു ടോ ആണ് എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ. അപ്പം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2V വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡ്രിഫ്റ്റ് വെലോസിറ്റി വിൽ ബിക്കം ഡബിൾ. ആ ഡബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. ഇതാ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? വിൽ ബി ഡബിൾ ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിയുമ്പോഴേക്കാണ് നമ്മളൊരു അടിപൊളി ക്വസ്റ്റ്യൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ്. അപ്പോൾ ഇവിടെ അതായത് 3 ohm ആണ്, ഇത് 8 ohm ആണ്. എ ബി ഇക്വാലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി കാണണം. ഇത് കണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പോകണ്ട, ഇത് ഈസിയാണ് ചെയ്യാൻ. അപ്പം ഇതെങ്ങനെ ചെയ്യും? നമ്മൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 2 പോയിന്റുകൾ മുട്ടുന്നില്ല അല്ലേ? അപ്പോൾ എയിൽ വന്നിങ്ങനെ പോകുമ്പോഴേക്ക് ഇത് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പം അതും എ ആണ്, അവിടെ വേറെ റെസിസ്റ്റർ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ പോകുമ്പോഴേക്ക് അവിടെ ഒരു റെസിസ്റ്റർ ഒന്നുമില്ല. അപ്പോൾ ഇതും എന്താണ്? പോയിന്റ് എ ആണ്. ഓക്കെ, ഇനി അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴേക്ക് ഇതാ ഇങ്ങനെ വരുമ്പോഴേക്ക് എന്ത് പറ്റി? ഇവിടെ ഒരു 30 ohm ഉണ്ട്. അത് എവിടത്തേക്കാണ് പോകുന്നത്? ബിയിലേക്കാണ്. അപ്പോൾ ഇതും എന്താണ്? ബി ആണ് അല്ലേ? പിന്നെ എ ഇന്ന് ഇവിടെയുള്ള വേറൊരു ബ്രാഞ്ചിങ് ഉണ്ട്. ആ ബ്രാഞ്ചിൽ ഇങ്ങനെ വരുമ്പോൾ അവിടെ റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കോമൺ പോയിന്റ് അല്ല. അപ്പോൾ ഈ പോയിന്റിനെ നമുക്ക് സി എന്ന് വിളിക്കാം. അപ്പം എ എന്നുള്ള പോയിന്റ് 2 റെസിസ്റ്റേഴ്സിൻ്റെ, അതായത് 6 ohmൻ്റെയും 3 ohmൻ്റെയും ഒരു സൈഡിൽ അല്ലേ? 2 കോമൺ പോയിന്റ്, ആ ഒരു പോയിന്റിലാണ് 2 എൻഡും കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ 6 ohmൻ്റെയും 3 ohmൻ്റെയും മറ്റേ സൈഡ് എവിടെയുള്ളത്? സിയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ അത് രണ്ടും പാരലൽ കണക്ഷനാണ്. അപ്പം നമുക്കിവിടെ സി എന്ന് പേര് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു 8 ohm വരുന്നുണ്ട്. ആ 8 ohm എങ്ങോട്ടാണ് പോണത്? 8 ohm കണക്ട് ചെയ്തിരിക്കുന്നത് ബിയിലേക്കാണ് അല്ലേ? അതേപോലെ ബിയും എയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. എത്രയാണ്? 30 ohm. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 3ഉം 6ഉം പാരലൽ വരും. ആ പാരലൽ കണക്ഷന് കോമ്പിനേഷനായിട്ട് എന്ത് വരും? 8 ohm വരും. അതെല്ലാത്തിനും കൂടിയും പാരലായിട്ട് 30 ohm വരും. അപ്പോൾ ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3ഉം 6ഉം പാരലായിട്ട് വരുമ്പം 3 × 6 / 3 + 6 18/9 2 ohm കിട്ടും. നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു 2 ohm വരും. അതായത് ഇവിടെ എ വരും. അപ്പോൾ 2 ohm ആ പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവാണ് 2. അത് കഴിഞ്ഞ് ഇവിടെ ഒരു 8 ohm വരുന്നുണ്ട്. അതാണ് എന്ത്? ബി. അത് എല്ലാത്തിനും കൂടി പാരലായിട്ട് ഇവിടെ ഒരു 30 ohm കൂടി വരുന്നുണ്ട്.
അപ്പോൾ 2ഉം 8ഉം 10 അല്ലേ, 10 ohms വരും. 10ഉം 30ഉം പാരലൽ ആകുമ്പോൾ 10 × 30/10 + 30. അപ്പോൾ 300/40 ചെയ്ത് വരുമ്പോൾ നമുക്ക് 7.5 ohms എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, the SI unit of magnetic field intensity is. SI unit of magnetic field intensity is. അപ്പം നമുക്ക് F is equal to IBL sin theta അറിയാം. അപ്പം B is equal to F/IL sin theta കൊടുത്തു കഴിഞ്ഞാൽ ബീൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ ആംപിയർ പെർ മീറ്റർ എന്ന് വരും. അത് ഇതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ന്യൂട്ടൺ പെർ ആംപിയർ പെർ മീറ്റർ. അപ്പോൾ അതുണ്ട്. അത് ഓപ്ഷൻ 2 ആണ്. ഈസി ആയിട്ട് 1 മാർക്ക്. 1 മാർക്കല്ല, 1 മാർക്കിൽ കുറവാണ്, പക്ഷേ എന്നാലും നമുക്ക് പറയാം അല്ലേ. The coil of a moving coil galvanometer is wound over a metal frame in order to. Moving coil galvanometer, the coil of a moving coil galvanometer is wound over a metal frame. Metal frameലേക്ക് വൈൻഡ് ചെയ്യുന്നത് എന്തിനാണെന്ന്. അപ്പോൾ നമുക്കറിയാം അത് to provide electromagnetic damping. ഓക്കെ, അതാണ് അതിൻ്റെ ഓപ്ഷൻ. അതൊക്കെ തിയറി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വേഗം എഴുതാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ഒരു നല്ല ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. 2 wires of the same length are shaped into a square of side A and a circle with radius R. അപ്പം 2 wires of same length are shaped into a square of side A and a circle of radius R. If they carry the same current, അത് ഓർമ്മിക്കണം, സെയിം കറണ്ടാണ് രണ്ടിലുള്ളത്. റേഷ്യോ ഓഫ് ദെയർ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ റേഷ്യോ കാണാനാണ് പറയുന്നത്. അപ്പോൾ 2 വയറിൻ്റെയും സെയിം ലെങ്ത് ആണ്. അപ്പോൾ അതിൻ്റെ എന്താണ്, നമുക്ക് 2 വയർ എടുക്കാം. അപ്പോൾ ഒന്നിന് ലെങ്ത് L ആണ്. ഒന്നിനെ പിടിച്ചിട്ട് നമ്മൾ എന്താക്കി, സ്ക്വയർ ആക്കി. അപ്പോൾ ആ സ്ക്വയറിൻ്റെ എന്താണ്, ഏരിയ ഓഫ് ദ സ്ക്വയർ എങ്ങനെയാണ് കാണുക. അപ്പോൾ ടോട്ടൽ ലെങ്ത് L ഉള്ളതിനെ പിടിച്ചിട്ട് സ്ക്വയർ ആക്കി. അപ്പോൾ A എന്ന് പറഞ്ഞാൽ L/4 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഏരിയ എത്ര വരും, സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A² അല്ലേ. അപ്പോൾ L²/16 എന്ന് കിട്ടും. എന്തിൻ്റെ, ഈ സ്ക്വയറിൻ്റെ ഏരിയ. ഇതെന്തിനാണ് നമ്മൾ ഏരിയ എടുക്കുന്നത്, മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷനിൽ ഏരിയ ആവശ്യമുണ്ട്. അടുത്തത് ഏരിയ ഓഫ് ദ സർക്കിൾ അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ എന്താണ്, πr² ആണ്. അപ്പം L ആണ് ലെങ്ത് എങ്കിൽ 2πr is equal to L. അപ്പോൾ R is equal to L/2π. മനസ്സിലായല്ലോ. അതിന് ആ വയറിനെ പിടിച്ച് നമ്മൾ സർക്കിളാക്കി. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ ആണ് L. അപ്പോൾ അതിൻ്റെ റേഡിയസ് നമുക്ക് കിട്ടും. നമ്മൾ എന്തിനാണ് റേഡിയസ് കാണുന്നത്, ഏരിയ കാണണം. അപ്പോൾ ഏരിയ എത്രയാണ്, πr² ആണ്. അപ്പോൾ π × L/2π the whole square എന്ന് കിട്ടും. അപ്പോൾ L²/4, π² ഉണ്ടായിരുന്നു, ഈ ഒരു π ക്യാൻസൽ ആയപ്പം 4π എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ I × A ആണ്. അപ്പോൾ ഫസ്റ്റിൻ്റെത് സെയിം കറണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈസിയാണ്. M1/M2 = A1/A2 കൂട്ടും. A1 എത്രയാണ്, നമ്മുടെ A1 എത്രയായിരുന്നു കിട്ടിയത്, A1 L²/16 A2 L²/4π ആണ്. അപ്പം L²/16, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. M1/M2 is equal to A1/A2. A1 is equal to L²/16. A2 is equal to L²/4π. അപ്പോൾ A1/A2 എത്ര കിട്ടും, A1/A2 is equal to L²/16 L²/4π. അപ്പോൾ എന്ത് കിട്ടും, L²/16 × 4π / L². ഇവിടെ ഇൻറ്റു ആണ്. അപ്പോൾ എന്ത് കിട്ടും, L² ക്യാൻസലായി, 4 ആയി. അപ്പോൾ എന്ത് കിട്ടും, π/4 കിട്ടും. അപ്പോൾ അതിൻ്റെ ഓപ്ഷനിൽ π/4 ഉണ്ടോ എന്ന് നോക്കുക. π/4 ഇതാ ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ വളരെ കുറച്ചേ വരുന്നുള്ളൂ. The horizontal component of Earth's magnetic field at a place is √3 times the vertical component. Angle of dip at that place. ഇതൊക്കെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിപ്പ് കാണാനുള്ള എന്താണ്, tan delta is equal to BV/BH. BV എന്ന് പറഞ്ഞാൽ vertical component of Earth's magnetic field, BH എന്ന് പറഞ്ഞാൽ horizontal component of Earth's magnetic field. ഇവിടെ ഡയറക്റ്റ് ഫോർമുല പഠിച്ചാൽ മതി. തന്നിരിക്കുന്നത് എന്താണ്, horizontal component of Earth's magnetic field BH, that is equal to √3 times the vertical component തന്നിട്ടുണ്ട്. അപ്പോൾ BHനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ √3 times BV ആണ്. BV ക്യാൻസൽ ചെയ്തു, 1/√3 കിട്ടി.
അപ്പം tan delta 1/√3 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എത്രയാണ് 30 ഡിഗ്രി. 30 ഡിഗ്രി ഇവിടെ ഓപ്ഷനിലില്ല. അപ്പം എന്ത് ചെയ്യണം? പൈൻ്റെ ടേംസിൽ എത്ര റേഡിയൻസ് ആണെന്നുള്ളത് കാണണമെങ്കിൽ π/6. പൈ എന്ന് വെച്ചാൽ 180/6 റേഡിയൻസ് ആണ്. അപ്പോൾ എത്ര കിട്ടും? π/6 എവിടെ? ഇതാ π/6 ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, the small angle between magnetic axis and geographic axis at a place is. അപ്പോൾ ഏതാ വരിക? മാഗ്നറ്റിക് ആക്സിസും ജോഗ്രഫിക് ആക്സിസും തമ്മിലുള്ള ആംഗിൾ, സ്മോൾ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ആക്സിസ് ആൻഡ് ജോഗ്രഫിക് ആക്സിസ് ആണ് എന്ത്? ഡിക്ലിനേഷൻ. അപ്പോൾ നമുക്കിവിടെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്നുണ്ടെങ്കിൽ അതും നമുക്ക് എഴുതാം. ഓക്കെ. Question 20. Two coils are placed close to each other. The mutual inductance of the pair of coils depends upon. Mutual inductance of the pair of coil depends upon. ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനും വായിച്ചു നോക്കണം. Rate at which current change in two coils, relative position and orientation of the coil, rate at which voltage induced across two coils, current in two coils. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? കോയിൽസ് ആർ പ്ലേസ്ഡ് ഈച്ച് അതർ, ക്ലോസ് ടു ഈച്ച് അതർ. ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ പെയർ ഓഫ് കോയിൽസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പോൾ അത് ഡിപ്പെൻഡ് അപ്പോൺ ഏതാണ്? റിലേറ്റീവ് പൊസിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദ കോയിൽ. എന്തുകൊണ്ടാണ്? അവിടെയാണ് അന്നേരം ആ മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ആ ചേഞ്ചസ് വരുന്നത് ആ പൊസിഷനും ഓറിയൻറ്റേഷനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഇത്തിരി ഒരു ശരിക്കും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, പക്ഷെ എന്നാൽ ഇത്തിരി ഒരു ട്രിക്കി ആയിട്ട് തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവും അല്ലേ? എ കണ്ടക്ടിങ് സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് L and resistance R moves in its plane with a uniform velocity V perpendicular to one of its sides. A conducting square loop L and resistance R moves in its plane with the uniform velocity V perpendicular to one of its sides. A magnetic induction B, constant in time and space, pointing perpendicular and into the plane of the loop, exists everywhere as shown in figure. അപ്പോൾ ഇത് into the plane ആണ്. ഓക്കെ, ഇതെല്ലാം into the plane ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡ് തന്നിരിക്കുന്നത്. കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ് ആണ് കണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ദർ ഷുഡ് ബി എ റിലേറ്റീവ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദ കോയിലാണ്. റിലേറ്റീവ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്ക്, ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഏരിയയിൽ ചേഞ്ച് ഉണ്ടാവുമോ നോക്കാം. ഇവിടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഇവിടെ എന്താ? ഏരിയ അവിടെ ചേഞ്ച് ആവണില്ല. മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. ഇതാ ബി കോൺസ്റ്റൻ്റ് എന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം d5 എന്നുള്ളത് എന്ത് പറ്റും? 0 ആവും. ഓക്കെ, d5/dt 0 ആവും. d5/dt 0 ആണെന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF 0 ആണ്. ഇൻഡ്യൂസ്ഡ് EMF 0 ആണെങ്കിൽ കറണ്ട് 0 ആണ്. അപ്പോൾ ഇവിടെ കണ്ണും കൂട്ടി ആൻസർ എഴുതാം 0 എന്ന്. Question number 22. Magnetic flux linked with the coil in Weber is given by the equation phi is equal to 5t square plus 3t plus 16. The induced EMF in the coil at time t is equal to 4 will be. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഡിഫറൻസിയേഷൻ അറിയുക ചെയ്യാൻ പറ്റുന്നത് സിമ്പിൾ മാത്സ് ആണ്. അപ്പോൾ EMFൻ്റെ ഫോമിൽ എന്താ? നമുക്കറിയാം E is equal to minus d5/dt ആണ്. അപ്പം മാഗ്നിറ്റ്യൂഡ് d5/dt ആണ്. d/dt of 5t square plus 3t plus 16. ഇനി ഇത് ഏത് ഇക്വേഷൻ തന്നാലും ചെയ്യാൻ പറ്റണം. നമ്മൾ 12th ഡിഫറൻസിയേഷനൊക്കെ ക്ലിയർ ആയിട്ട് അറിയുന്ന കുട്ടികളാണ് നിങ്ങളൊക്കെ. അപ്പം x⁻n ഡിഫറൻഷ്യൽ എന്താണ്? n(x)(n-1). അപ്പം 2t⁻²(2-1). അപ്പം 2 × 5 10t വരും. ഇതിൻ്റെ 3 × t ഡിഫറൻഷ്യൽ വരെ 3 വരും. 16 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ തേർഡ് ടേം അവിടെ 0 ആയി. അപ്പോൾ 10t + 3 വന്നു. അപ്പം t is equal to 4ലാണ് കാണേണ്ടത്. അപ്പോൾ t is equal to 4 എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷനിലേക്ക് tക്ക് 4 എന്ന് കൊടുത്താൽ മതി. അതായത് 10 × t, 10 × 4 + 3. അപ്പം 43. അപ്പോൾ EMF എത്രയാണ്? -d5. E is equal to -d5/dt ആണ്. അപ്പം -43 വോൾട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ് റെപ്രസെൻറ്റ് ദ വേരിയേഷൻ ഓഫ് കറണ്ട് വിത്ത് ഫ്രീക്വൻസി ഓഫ് എൻ AC സർക്യൂട്ട് കണ്ടെയ്നിങ് എ പ്യുവർ കപ്പാസിറ്റർ? കപ്പാസിറ്ററിൻ്റെ ഫ്രീക്വൻസിയും കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? കപ്പാസിറ്റൻസിൻ്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 1/c ഒമേഗയാണ് അല്ലേ? അപ്പം എൽ സി എന്താ പറയുക, എക്സ് സി എന്ന് എഴുതാം. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു 1/c ഒമേഗ. അപ്പം സി ഒമേഗ, സി എത്രയാണ്? ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν ആണ്. അപ്പം 1/c × 2πν അല്ലെങ്കിൽ 2πf ആണ് എന്ത്? കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ v/xc ആണ്. v/1/2πfc വരും. അപ്പോൾ v × 2πfc വരും. അപ്പോൾ കറണ്ട് ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ് ആണ് റിലേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 3 സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ 24. ഇതൊക്കെ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. നമുക്കിവിടെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന്. ഓക്കെ, വെയിറ്റേജ് കൂടുതലാണ്. എ 20 volt AC is applied to a circuit consisting of a resistance and a coil with negligible resistance. If the voltage across the resistance is 12 volt, the voltage across the coil is. A 20 volt AC is applied to a circuit consisting of a resistance and a coil with negligible resistance. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ കോയിലാക്കാം. ഇതവിടെ അവർ ബോർഡ് തന്ന ആൻസർ കീൻ്റെ പിക്ചറാണ്. ഓക്കെ, ഇഫ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് ഇസ് 12 volt, ദെൻ ദ വോൾട്ടേജ് അക്രോസ് ദ കോയിൽ ഇസ്. അതായത് എ സിൻ്റെ വോൾട്ട് എത്ര തന്നിരിക്കുന്നത്? 20 volt. ഓക്കെ, എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് √of VR² + VL² ആണ്. അപ്പം വി ആർ എന്ന് പറഞ്ഞാൽ I × R നമുക്കറിയാം അല്ലേ? അപ്പോൾ I effective × R² + I effective × L². അപ്പം ഇതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇവിടെ നമ്മൾ VL എന്ന് ഇട്ടാൽ മതി. ഓക്കെ, 20 is equal to √of 12² + 12 തന്നിട്ടുണ്ട്. റെസിസ്റ്ററിലേക്ക് കൂടെ ഉള്ളത്, ഇൻഡക്ടറിലേക്ക് കൂടെ ഉള്ളത്, കോയിലിലേക്ക് കൂടെ ഉള്ളത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ 12² + VL². അപ്പോൾ 20² is equal to ഇത് നമ്മൾ മൊത്തം സ്ക്വയർ ചെയ്തു. 400 is equal to 144 + VL² കിട്ടും. അപ്പോൾ VLൻ്റെ വാല്യൂ 16 volt എന്ന് കിട്ടും. ഇതൊക്കെ എഴുതി ചെയ്യണം. സിമ്പിൾ മാത്ത് ആയത് കാരണം ഞാൻ ഇവിടെ വെറുതെ ഇനിയും ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഒരുപാട് നേരം പോകും. സ്റ്റെപ്സ് നമുക്ക് കാണിച്ചു തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി എടുത്താൽ ഒരുപാട് ലോങ് ആയി പോകും ക്ലാസ്. അതുകൊണ്ട് ഞാൻ 3 സെക്ഷനായിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ, ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് EMF ആൻഡ് ദ കറണ്ട് ഇൻ എ സീരീസ് സർക്യൂട്ട് ആർ E equals E0 sin omega t and I equals I0 sin omega t plus π/3 respectively. ഓക്കെ, നമ്മൾ എന്താ ചെയ്യണം? ഇവിടെ കമ്പയർ ചെയ്യണം. കറണ്ട് ലീഡിങ് ബൈ π/3. ഓക്കെ, കറണ്ട് ലീഡിങ് ദ EMF ബൈ എ ഫേസ് ആംഗിൾ ഓഫ് π/3. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ 3 സർക്യൂട്ടിലും പിന്നെ കോമ്പിനേഷൻ സർക്യൂട്ട്സിലും ലീഡിങ്ങും ലാഗിങ്ങും ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഫേസർ ഡയഗ്രാം വെച്ച് ഉള്ള ഡിസ്കഷൻ ഉണ്ട്. അപ്പം അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, ഗ്രാഫ് നന്നായിട്ട് നോക്കുക. E equals E0 sin omega t, I equals I0 sin omega t plus π/3. അപ്പം കറണ്ട് ഇസ് ലീഡിങ് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് π/3. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും? നെസസറിലി LR സർക്യൂട്ട്, നെസസറിലി RC സർക്യൂട്ട്, necessarily an LCR circuit, can be RC or LCR circuit. അപ്പോൾ ഇതിലേതിലാണ് കറണ്ട് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതൊരു LCR സർക്യൂട്ട് ആവാം, അല്ലെങ്കിൽ ഒരു RC സർക്യൂട്ടും ആവാം. ഓക്കെ, I can lead the voltage in RC and LCR circuit. So it can be RC or LCR circuit. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4ാമത്തേതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇവിടുന്ന് പല രീതിയിൽ തിരിച്ചു മറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ LCR സർക്യൂട്ടും പിന്നെ LR കോമ്പിനേഷൻ മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. ഞാൻ CBSE 12ൻ്റെ ക്ലാസ് ഇതുവരെ ചാനലിൽ ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ച് കുട്ടികളെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു MCQ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന്. അത് കാരണമാണ് ഞാനിപ്പോൾ ഇത് ഈ MCQs ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റിൽ ഏതെങ്കിലും സ്പെസിഫിക് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ ഞാനിടാം. ഓക്കെ, ഇപ്പം പുതിയതായിട്ട് ഇപ്പം ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് മുന്നേ ഒന്നും തീരില്ല. അപ്പോൾ അതാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഏതെങ്കിലും കൺസെപ്റ്റ് ഈ LCR സർക്യൂട്ടോ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് ഇടാം. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ടേം 2ൻ്റെ ആകുമ്പോഴേക്കും എല്ലാം ക്ലാസ്സുകളും ഇടാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിലെന്ന് പറയുന്നത് ഇതിൻ്റെ സെയിം, ഇത് നമ്മുടെ CBSEൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്.
അപ്പോൾ അതിൻ്റെ സെക്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യൻസ് ഈ 25 കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് മിസ് ചെയ്യാതെ കാണുക, പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലിടുക, അതിന് ആൻസർ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അതിന് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.